കായിക കൊച്ചിയുടെ സ്വപ്നമായിരുന്നു ഹോക്കി ടർഫ് യാഥാർത്ഥ്യമായി. എറണാകുളം മഹാരാജാസ് കോളേജിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഹോക്കി ടർഫ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പദ്ധതി നടപ്പിലാക്കിയ CSML-നെയും കൊച്ചി കോർപ്പറേഷനെയും മന്ത്രി എം ബി രാജേഷ് അഭിനന്ദിച്ചു. അത്യാധുനിക സൗകര്യങ്ങളുള്ള സിന്തറ്റിക് ഹോക്കി ടർഫാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ യാഥാർത്ഥ്യമായത്. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ മാനദണ്ഡം പാലിച്ചാണ് ടർഫിന്റെ നിർമ്മാണം. 9.51 കോടി രൂപ ചിലവിൽ CSML ആണ് പദ്ധതി പൂർത്തിയാക്കിയത്. 9,51,00,000 രൂപ ചെലവിലാണ് ഇപ്പോൾ ഈ ഹോക്കി ടർഫ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ മഹാരാജാസ് കോളേജിനു വേണ്ടി നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ ചാരിതാർത്ഥ്യമുണ്ട്. സംസ്ഥാനത്തെ മൂന്നാമത്തെ സിന്തറ്റിക് ടർഫാണിത്. തുടർച്ചയായി ടർഫ് നനയ്ക്കാനുള്ള 1,00,000 ലിറ്റർ ശേഷിയുള്ള ടാങ്കും ഇതോടൊപ്പം നിർമ്മിച്ചിട്ടുണ്ട്. PR ശ്രീജേഷിന്റെ പിൻഗാമികളായി ഹോക്കി രംഗത്ത് പുതിയ കളിക്കാരെ വാർത്തെടുക്കാൻ ടർഫ് ഉപകരിക്കട്ടെ എന്ന് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കായിക കേരളത്തിന് തന്നെ വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു ദിവസമാണ്. ഒരുപക്ഷെ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോക്കി ടർഫ് ഇവിടെ മഹാരാജാസ് കോളേജിൽ നിർമ്മിച്ചിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റിയുടെയും കൊച്ചി കോർപ്പറേഷൻ്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ടർഫ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ശ്രീജേഷിൻ്റെ പിന്മുറക്കാരായി അനേകം താരങ്ങൾ, അന്താരാഷ്ട്ര താരങ്ങൾ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിന്ന് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഹോക്കി ടർഫിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഡ്രൈനേജ് സംവിധാനം ക്രമീകരിക്കുന്നതിന് 45 ലക്ഷത്തോളം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. കൈരളി ന്യൂസ്, കൊച്ചി.